ട്രെയിനിൽ ബർത്ത് പൊട്ടി വീണ് വീണ്ടും അപകടം. 2 പേർക്ക് പരിക്കേറ്റു. യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ഷൊർണൂരിലെത്തിയപ്പോഴായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാജിദ്, എങ്ങനെയാണ് ഈ ബർത്ത് പൊട്ടി വീഴുന്നത്? ഇതിപ്പോൾ തുടർക്കഥയാകുകയാണല്ലോ. തീർച്ചയായും യശ്വന്ത്പൂർ എക്സ്പ്രസിന്റെ ബർത്താണ് പൊട്ടി വീണിരിക്കുന്നത്. ഇതിൽ മിഡിൽ ബർത്തിൽ ഒരു ആൾ കിടന്നിരുന്നു. ഈ ബർത്ത് പൊട്ടി വീഴുകയും താഴെ സീറ്റിലുണ്ടായിരുന്ന നവാസ് എന്ന തലശ്ശേരി സ്വദേശിക്കും ഇതുകൂടാതെ മറ്റൊരു യാത്രക്കാരനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ ഭിന്നശേഷിക്കാരനായ നവാസിന്റെ തലയിലാണ് ഈ ബർത്ത് വന്ന് വീണത്. അതോടൊപ്പം തന്നെ കൂടെ ഇരുന്നിരുന്ന മറ്റൊരാൾ, അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല, അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഈ റെയിൽവേ ഉദ്യോഗസ്ഥർ പിന്നീട് വന്ന് ഈ മിഡിൽ ബർത്ത് അത് ടൈറ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു വ്യക്തി മുംബൈയിൽ വെച്ച് ബർത്ത് പൊട്ടി വീഴുകയും പിന്നീട് ഗുരുതരാവസ്ഥയിൽ ഒരുപാട് കാലം ചികിത്സയിൽ കഴിയുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്തായാലും ഈ ഒരു ഗുരുതരമായ പരിക്കില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഈ ബർത്ത് പൊട്ടി വീഴുക എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സാജിദ്, ഇത് നേരത്തെ ഒരു ബർത്ത് പൊട്ടി വീണ് ഒരാൾ മരിച്ചതാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ളൊരു സംഭവം ആവർത്തിക്കുമ്പോൾ അപകടം പതിയിരിക്കുകയല്ലേ? ഷൊർണൂർ ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സ്വാഭാവികമായും അവിടെ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഈ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെയും അതുപോലെ തന്നെ ഈ ടെക്നിക്കൽ ഉദ്യോഗസ്ഥർ എത്തി ആ പ്രശ്നം പരിഹരിച്ചു. അതായത് ആ സീറ്റിന്റെ ഉറപ്പിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ തലശ്ശേരി സ്വദേശി നവാസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും ആളുകൾ രാത്രി സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന ഒരു വീടിനെ പോലെ കണ്ട് കിടന്നുറങ്ങുന്നതാണ് ട്രെയിൻ യാത്രയിൽ. അതിലാണ് ഈ അപകടം തുടർക്കഥയാവുന്നത്. മലപ്പുറം ജില്ലയിലെ മറ്റൊരു വെളിയങ്കോട് സ്വദേശി ആയ മധ്യവയസ്കൻ നേരത്തെ മരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത്. തീർച്ചയായും യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ്.